റീൽസ് താരം ജുനൈദിന്റെ മരണം അപകടമരണമല്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ശരിയാണ്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ജുനൈദ് റീൽസ് താരം റീൽസിലൊക്കെ സ്ലോ മോഷൻ വീഡിയോസ് കാണിച്ചുകൊണ്ടാണ് ജുനൈദ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത്. കഴിഞ്ഞ മാസം ജുനൈദിനെതിരെ ഒരു പീഡന പരാതിയൊക്കെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ പേരിൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് വിട്ടയക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് സമൂഹ മാധ്യമങ്ങളിലൂടെ യുവതിയെ പരിചയപ്പെടുകയും വിവാഹ വാഗ്ദാനം നൽകുകയും അതിനുശേഷം പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നീട് യുവതിയുടെ ഈ ഫോട്ടോസ്, നഗ്ന വീഡിയോസ് പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു. തുടർന്ന് പണം നൽകണമെന്ന് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതി പരാതി നൽകിയതിൻ്റെ പേരിലാണ് ഒരുപക്ഷെ ജുനൈദിനെ കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഈ ജുനൈദ് എന്ന് പറയുന്ന റീൽസ് താരത്തിനെ കുറച്ചുകൂടി ആളുകൾക്ക് സുപരിചിതനായത് ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്ന് സോഷ്യൽ മീഡിയ വളരെയധികം പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജുനൈദിൻ്റെ പല വീഡിയോകളും എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വീഡിയോ മരണമെത്തുന്ന നേരത്ത് ആ വീഡിയോ ആയിരുന്നു. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ്. കാരണം ഒരു ആൾ മരിച്ചതിന് ശേഷം അദ്ദേഹം ആ ചെയ്ത കാര്യം അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ പുറത്തു വരുന്നത് ജുനൈദ് പുലർച്ചെയാണ്, 2 ദിവസം മുമ്പ് പുലർച്ചെയാണ് മണൽത്തിട്ടകളിലിടിച്ച് വാഹനം മറിഞ്ഞ് മരണപ്പെട്ടത്. മദ്യപിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഖബറടക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇദ്ദേഹം അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോൺ കോൾ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഒരാൾ പോലീസിനെ വിളിച്ചു പറയുന്നു, ഇദ്ദേഹം ഈ ജുനൈദ് എന്ന് പറയുന്ന റീൽസ് താരം വാഹനം ഓടിക്കുന്നത് അപകടകരമായ രീതിയിലാണ്. മാത്രമല്ല ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഈ മരണകാരണമായി പറയുന്നത് പുറം തലയിൽ മാരകമായ ആഘാതമേറ്റാണ് മരണപ്പെട്ടത് എന്ന് പറയുന്നു. അപ്പോൾ ഈ വാഹനം ഇടിച്ചതിൻ്റെ രീതിയും ഇദ്ദേഹം വാഹനം ഇടിച്ച് കിടക്കുന്ന രീതി നോക്കുമ്പോൾ എങ്ങനെയാണ് പുറകു വശത്ത് തലയുടെ പുറം ഭാഗത്ത് ഇത്ര മാരകമായ മുറിവ് സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആരെങ്കിലും പുറകിൽ നിന്ന് തലയ്ക്ക് അടിച്ചതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ആളുകൾ ഉയർത്തുന്നത്. മാത്രമല്ല ഈ ഫോൺ കോൾ പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞ ആളെയും പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഇയാൾക്ക് എങ്ങനെ അറിയാം ഈ ജുനൈദ് അതായത് ഈ വാഹനം മദ്യപിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മൾ നേരെ അല്ല വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് ആ രീതിയിൽ വാഹനം അലസ്യമായി ഓടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിളിച്ചു പറഞ്ഞ ആളിൻ്റെ കാര്യത്തിലും പോലീസ് വിശദമായ അന്വേഷണം നടത്താനും അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഒരുങ്ങുകയാണ്. അപ്പോൾ ഈ പീഡന പരാതി നൽകിയതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഈ ജുനൈദിനുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ യുവതിയെ പല സ്ഥലങ്ങളിലെത്തിച്ച് ഹോട്ടലുകളിലോ ഒക്കെ എത്തിച്ച് പീഡിപ്പിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ജുനൈദിന് ആരിൽ നിന്നെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നോ, അത്തരത്തിൽ തീർക്കാൻ ആരെങ്കിലും മുതിർന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഇപ്പം മരണമെന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്കൊന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മരണമൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു റീൽസ് താരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപൊരു കേസിൽ പെടുന്നു. അത് കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം വാഹന അപകടത്തിൽ മരണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെ ഒരു അസ്വാഭാവികത ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായി പോലീസ് അന്വേഷിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. സ്വാഭാവികമായ മരണമാണോ അതോ അസ്വാഭാവികത എന്തെങ്കിലും ജുനൈദിൻ്റെ മരണത്തിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഈ മരണത്തിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ്, എനിക്ക് തോന്നുന്നു ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് പ്രചരിച്ച് ഈ യുവതി പീഡനം നൽകി റീൽസ് താരം അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞ് വന്നതിന് ശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ആരാണ് ഈ ജുനൈദ്, എനിക്കിതിന് മുന്നേ വരെ ഇദ്ദേഹത്തെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ട് പരിചയമില്ല. അപ്പോൾ
ആരാണ് ഈ ജുനൈദ് എന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇദ്ദേഹത്തെ പല വീഡിയോകളും ഇദ്ദേഹം ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല. അത് ഓരോ പാട്ടും ഓരോ ഇതും എടുത്ത് സ്ലോ മോഷനിലൂടെ അത് അവതരിപ്പിക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. നന്നായിട്ടത് ചെയ്യുന്നുണ്ട്. ഏകദേശം 44,000 ഫോളോവേഴ്സ് ഉള്ള ഒരു റീൽസ് താരം കൂടിയാണ് ജുനൈദ്. അപ്പോൾ ഈ പല ഇപ്പോൾ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നവരും ഈ റീൽസ് താരങ്ങളൊക്കെ അതിപ്പോൾ നമ്മൾ പിന്നെ മീരയ്ക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, തിരുവനന്തപുരം കഠിനംകുളത്ത് ഒരു ആതിര എന്ന് പറയുന്ന ഒരു പൂജാരിയുടെ ഭാര്യ റീൽസ് താരമാണ്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ജോൺസൺ എന്ന് പറയുന്ന ഒരാളുമായി പരിചയപ്പെടുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ പിന്നെ വളരെ ബന്ധം പുലർത്തുന്നു. പിന്നീട് ശാരീരികമായുള്ള ബന്ധത്തിലേക്ക് പോകുന്നു. ഭർത്താവ് അറിയാതെ പലതവണ ജോൺസൺ ആതിരയെ കാണാനായിട്ട് വരുന്നു. ഇവർക്കൊരു മകനുമുണ്ട്. പിന്നീട് ഈ ജോൺസന്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയതാണ്. ഈ ജോൺസൺ ഈ ഫോക്കസ് മുഴുവൻ ജോൺസന്റെ ജീവിതവും മൊത്തം ഈ ആതിരയുടെ ഇതിലേക്ക് അയാൾ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ പറയുന്നു, എനിക്ക് ഭർത്താവിനെയും മകനെ ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിൽ പക തോന്നി ഇയാൾ ഈ സ്ത്രീയെ കൊല്ലുകയാണ്. കൊല്ലുന്നത് നമ്മൾ ആരും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴുത്തിൽ കത്തി കുത്തിയിറക്കി അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ആ കാര്യങ്ങൾ ഇയാൾ തന്നെ തുറന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ഈ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയും, സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്നത് നേരെയുള്ള രീതിയിലല്ല ആളുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പലരും ഈ വീഡിയോസ് കണ്ട് മെസ്സേജ് അയച്ച് അതുവഴി പല ബന്ധങ്ങളും വളർന്ന് പിന്നീട് പല തരത്തിലേക്ക് വളരെ മോശമായ തരത്തിലേക്ക് പോകുന്നത്, പലരും ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നത്, പലരും ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ച് പിന്നെ ഒരു ദിവസം കൊണ്ട് പരിചയപ്പെട്ട ആളോടൊപ്പം ഇറങ്ങിപ്പോകുന്നത്, തിരിച്ച് പിന്നെ ഭർത്താവാണെങ്കിലും ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച് പോകുന്നത്, ഇതൊക്കെ നമ്മൾ ദിനം പ്രതി കാണുന്നതും കേൾക്കുന്നതും ഒക്കെ വാർത്തകളാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗം കൃത്യമായി എന്തിനാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിച്ചാൽ കുറച്ചുകൂടി അല്ലേ ഭേദമാണ്. അല്ലെ അതറിയാതെ നമ്മൾ പിന്നെ ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. ആ പ്രശ്നങ്ങൾ നമ്മുടെ ഭർത്താവിന് തീർക്കാൻ പറ്റുന്ന പോലെ മറ്റാർക്കും തീർക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രശ്നങ്ങളില്ലാത്ത വീടുകളുമില്ല. പക്ഷേ ഇന്നലെ കണ്ട ഒരാൾക്ക് നമ്മുടെ സ്ത്രീയായാലും പുരുഷനായാലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതങ്ങൾ തീരുന്നതിൻ്റെ ആദ്യപടി തുടങ്ങുന്നത് എന്നുള്ളതാണ്. ജുനൈദിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. കാരണം ജുനൈദിൻ്റെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. കാരണം മാതാവിൻ്റെയും മകൻ്റെയും പേര് മാത്രമാണ് ജുനൈദിൻ്റെ മരണത്തിന് ശേഷം പുറത്തു വരുന്നത്. ഭാര്യയുടെ മറ്റ് വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. അപ്പോൾ എന്താണ് ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അപ്പോൾ അതിനുശേഷം ഇയാൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നോ? ഇനി ഈ പറയുന്നത് ഇപ്പോൾ അതിനുശേഷം ഒരു വീഡിയോ ഇറങ്ങിയതിൽ നീ ജയിലിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ ഓരോ കഥകൾ അടിച്ചിറക്കുന്നത്. ഞാൻ ജയിലിലൊന്നും അല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതും ഈ കേട്ടതുമൊക്കെ സത്യമാണോ? ഈ പരാതി സത്യമാണോ? ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെതിരെ എന്ത് പരാതിയും കൊടുക്കാം എന്നുള്ളൊരവസ്ഥയിലേക്ക് സ്ത്രീക്ക് കുറച്ചുകൂടെ സുരക്ഷിതത്വം നമ്മുടെ നിയമവ്യവസ്ഥയിൽ കൂടുതലാണ്. അത് ദുരുപയോഗം ചെയ്യുന്നവരാണ് ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യം പറയുന്നവരെ പോലും വിശ്വസിക്കാൻ കോടതികൾക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനിടയിലാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ ജുനൈദിൻ്റെ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ട് എങ്കിൽ പോലീസ് അത് അന്വേഷിക്കണം. കാരണം ഈ വിളിച്ചു പറഞ്ഞയാൾക്ക് എങ്ങനെ അറിയാം ജുനൈദ് ഇങ്ങനെ അപകടമായ രീതിയിലാണ് വാഹനം ഓടിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? അല്ലെങ്കിൽ ഇനി ആരെങ്കിലും പ്ലാൻ ചെയ്ത് തീർത്തതാണോ? ഇതിന് പിന്നിൽ അത്തരം പ്ലാനിങ്ങുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് നമ്മൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. കാത്തിരിക്കാം എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നറിയാം.